നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്. കടബാധ്യതയോ അതും വീട്ടിൽ നിർബന്ധമാണ്. അതങ്ങനെ തള്ളിപ്പോകും, അല്ല പൊരുത്തപ്പെട്ടു പോകുമെന്ന് കരുതരുത്. നിർബന്ധമായും വീട്ടേണ്ട ഒന്നാണ്, മറന്നുപോകാതെ എഴുതി വെക്കേണ്ട ഒന്നാണ്. ആരിൽ നിന്ന് കടം വാങ്ങിയാലും അത് എഴുതി വെക്കാനുള്ള ഒരു പേപ്പറും ഒരു ബുക്കും എല്ലാവരുടെ കയ്യിലും വേണം. അഡ്രസ് നിങ്ങൾ മൊബൈലിലോ മറ്റോ എഴുതി വെക്കും പോലെ ആ മൊബൈലിൽ ഒരു പേജ് വെച്ചോളൂ, ഒരു സ്വന്തം പേജ്. ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളെ മൊബൈൽ തുറക്കാനുള്ള അറിവും ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ വേറെ പല വിദ്യയും ഉപയോഗിച്ച് തുറക്കേണ്ടി വരും. തുറക്കാൻ കഴിയാത്തതാകുല, തുറക്കാൻ കഴിയും. അതിലുള്ള നിങ്ങളെ സ്വകാര്യ പേജില് ഇടപാടുകൾ എഴുതിയെടുത്ത് നിങ്ങൾ കടം വാങ്ങിയതും നിങ്ങൾ കടം കൊടുത്തതും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ മക്കളിലോ കുടുംബങ്ങളിലോ ആരെങ്കിലും നല്ല തൗഫീഖുള്ളവര് മരണാനന്തരം ഈ കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് പെട്ടെന്ന് വീട്ടിയാൽ കിടക്കുന്നിടത്ത് സുഗമമായി കിടക്കാം. നമ്മുടെ ആത്മാവില്ലേ, ആ ആത്മാവ് യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് എത്തണമെങ്കിൽ സഹോദരങ്ങളെ ബാധ്യതകളൊക്കെ വിടേണ്ടതുണ്ട്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ കടവുമായി കെട്ടിപ്പിണഞ്ഞ് ബന്ധിപ്പിച്ച് കിടക്കുന്നു. ഹത്താ തുഖ്ലാ അൻഹു. അത് വീട്ടപ്പെടുന്നത് വരെ അത് ഇല്ലിയീനിലേക്ക് പോകണ്ടേ. ബാപ്പമാരുടെ ഉമ്മമാരുടെ ഉസ്താദുമാരുടെ അർവാഹുമായിട്ട് കൂടിക്കലർന്നിട്ട് കുശലാന്വേഷണം പറഞ്ഞ് സന്തോഷം കൊള്ളണ്ടേ. ഇവിടുന്ന് വരുന്ന ഹദിയകളെ കൊണ്ടൊക്കെ സന്തോഷം വരണ്ടേ. അതിനാദ്യം ചെയ്യേണ്ടത് ഈ കടബാധ്യത വീട്ടലാണ്. അതിന് 3 കഴിയാനോ 7 കഴിയാനോ 40 കഴിയാനോ ഇരിക്കുന്നവരെ ഇദ്ദ കഴിയാനോ പ്രവാസ ലോകത്തുള്ളവർ അവിടെ ഇങ്ങോട്ട് വരട്ടെ എന്ന് തീരുമാനിക്കാനോ ഒന്നും കാത്തു നിൽക്കേണ്ടതില്ല. മയ്യത്തിനെ ഖബറിലേക്ക് വെച്ച ദിവസം അന്ന് അസ്തമയമാകുന്നതിന്റെ മുമ്പ് കൊടുത്തു വിട്ടാനൊക്കുമോ? അത്ര നല്ല സന്തോഷം ആ മയ്യത്തിന് വേറെ കൊടുക്കാനില്ല. അത്ര പെട്ടെന്ന് വീട്ടണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ഈ ജനാസക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു കടമുണ്ട്. അപ്പൊ ഏതാ ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആ കടം ഞാൻ ഏറ്റെടുത്തു. നമ്മളെ പള്ളിയിൽ അങ്ങനെ പറയില്ലേ, കടങ്ങളൊക്കെ മറ്റാൾ ഏറ്റെടുത്തു ചോദിച്ചിട്ടാ പറയലിട്ടോ. അങ്ങനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ ഉസ്താദെ ബാപ്പ ഒഴിവായിട്ടൊക്കെ നമ്മളെ വെരടിയിലാകോ? ആകും. നമ്മളെ വെരടിക്ക് വന്നത്, നമ്മളെ പെരടിക്ക് വന്നു നല്ലോണം ചിന്തിച്ച് ആലോചിച്ചിട്ട് ഏറ്റെടുത്താൽ മതി. ബാപ്പ ഒഴിവായോ? ബാപ്പ ഒഴിവായി. ആരാ വെച്ചെടുക്കുന്നത്? സഹോദരനാണ്. കടങ്ങളൊക്കെ ഉണ്ട്. 2 സഹോദരന്മാരുണ്ട്. 2 പേര് മൈക്കിൽ പറഞ്ഞു ഓലെ ഏറ്റെടുത്തിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ചു ഞങ്ങൾ ഏറ്റെടുത്തു. ഓലെ ഏറ്റെടുത്ത് പാസ്സാക്കി ഒക്കെ അങ്ങോട്ട് പെരടിക്ക്. ഖത്താദ റളിയല്ലാഹു അൻഹു എന്റെ കൂട്ടുകാരനാ നബിയെ, തങ്ങൾ നിസ്കരിക്കാതെ പോകരുത്, കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഖത്താദ റളിയല്ലാഹു അൻഹു ഉറപ്പാണ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അത് വീട്ടിയോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. ളുഹാന്റെ സമയത്താണ് ജനാസ നിസ്കാരം നടക്കുന്നത്. നല്ലോണം കേട്ടോളിയേ. ളുഹാന്റെ സമയത്ത് ളുഹർ ജമാഅത്തിന് പള്ളിയിലെത്തിയപ്പോ തങ്ങൾ ചോദിച്ചു വീട്ടിയോ? കുറഞ്ഞ നേരേ ഉള്ളൂ. ളുഹർ ജമാഅത്തിന് പള്ളിയിലെത്തിയപ്പോഴേക്ക് തങ്ങളെ ചോദ്യം വീട്ടിയോ? കൂട്ടുകാരനെ കടം വീട്ടിയോ? ഇപ്പൊ ജനാസ മടക്കിയില്ലേ, ജന്നത്തുൽ ബഖീലെ കൊണ്ടുപോയില്ലേ, കടം വീട്ടിയോ? ഇല്ല നബിയെ, വീട്ടിയില്ലേ? ഖത്താദ റളിയല്ലാഹു അൻഹു ഉറപ്പാണ് അസറിന് പോകുമ്പോ കുറച്ചുകൂടി ഗൗരവത്തിലായിരിക്കും ചോദ്യം. അസർ ആകുന്നതിന് മുമ്പ് ആ കടങ്ങളൊക്കെ വീട്ടി. പള്ളിയിലെത്തി വീട്ടിയോ? ആ വീട്ടി, അൽഹംദുലില്ലാഹ്. എത്ര പെട്ടെന്നാ വീട്ടിയത്. ഒരു പരിപാടിയും കഴിയാൻ കാത്തിരിക്കണ്ട. അന്ന് നേരം മുറി കൂടുന്നതിന്റെ മുമ്പ്, അസ്തമയമാകുന്നതിന്റെ മുമ്പ് തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് വിട്ടണം. അത്ര റാഹത്ത് ആ മയ്യത്തിന് കിട്ടുന്ന ഒരു കാര്യം വേറെ ഒരു സംഗതിയില്ല. അത് നിർബന്ധ. നമ്മളൊക്കെ നിർബന്ധ ദാനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഒരു സക്കാത്ത് മാത്രം കണക്കൂട്ടി ഇതൊക്കെ അതിൽ